ഇത് ഏബൽ, പ്രായം 19 വയസ്സ്. 7 വർഷം മുൻപാണ് ഏബലിന്റെ പിതാവ് ജൂബിന് KSRTCയിൽ ജോലി കിട്ടുന്നത്. അന്നു മുതൽ വീട്ടിലുള്ള 6 പശുക്കളുടെ പരിപാലനം ഏബൽ ഏറ്റെടുത്തു. ഏബലിനൊപ്പം പശുക്കളുടെ എണ്ണവും വളർന്നു. ഇന്ന് 25ഓളം പശുക്കൾ ഈ കൈകളിൽ ഭദ്രം. രാവിലെ നമുക്ക് 3 മണിയാകുമ്പോൾ എണീക്കും. രാവിലെ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് വരും. അപ്പോൾ അതൊക്കെ മമ്മി ഓരോരോ പരിപാടികളായിട്ട് തുടങ്ങും. പപ്പായും ചാണകം കൊണ്ടുപോയി കളയാനായിട്ട് കൂടും. അത് കഴിഞ്ഞ് പിന്നെ പപ്പ കുളിപ്പീര് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഒരു സൈഡിൽ കറവ തുടങ്ങും. 5:30 ആകുമ്പോഴത്തേക്ക് അമ്മ പാലെടുക്കാനും തുടങ്ങും. പിന്നെ പപ്പായും ഞാനും കൂടെ കറവ തീർത്ത് പപ്പ പാക്കിങ്ങിനും കൂടും. അത് കഴിഞ്ഞ് പപ്പ ലോക്കൽ വീട് ഏരിയയിലോട്ട് പാലും കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ കുടി കൊടുത്ത് തീർത്തിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞതോടെ പശുക്കൾക്കൊപ്പമുള്ള ജീവിതമായി ഏബലിന്റെ സ്വപ്നം. +2 കഴിഞ്ഞതോടെ മുഴുവൻ സമയം ഫാമിലേക്ക് ഇറങ്ങി. പശുക്കളിലെ കൃത്രിമ ബീജസങ്കലനത്തെക്കുറിച്ച് പഠിച്ചു. അതൊരു തൊഴിലാക്കി. ഞാനിപ്പം ഐവറ്റ് എന്ന് പറഞ്ഞ എറണാകുളം തൃക്കാക്കരയിലൊരു ലാബുണ്ട്. അവിടെ ഫീൽഡ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമുക്ക് കോട്ടയം ഇടുക്കി സൈഡിലൊക്കെയാണ് ബ്ലഡ് എടുക്കാനായിട്ട് മെയിനായിട്ട് പോകുന്നത്. അതുപോലെ പശുക്കളെ ചെനയ്ക്ക് കുത്തിവെക്കുന്ന പരിപാടി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ ഫീൽഡ് ഏരിയയിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു വരുന്നുണ്ട്. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലെ ലഹരി വാർത്തകൾ പത്രങ്ങളിലും ടെലിവിഷനുകളിലും നിറയുമ്പോൾ ഏബൽ പറയും, ഇതാണ് തൻ്റെ ലഹരിയെന്ന്. സമയം പോക്കാവുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യത്തിലോട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ലഹരിയോ അങ്ങനത്തെ ഒരു കാര്യത്തിലോട്ടുള്ള ഇൻട്രസ്റ്റ് വരാതിരിക്കും. മാക്സിമം സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുമ്പം അതിലോട്ടൊരു ടൈം കിട്ടാതെ വരും. പുതിയ പിള്ളേരാണ്, ജെൻസിയാണ്, ആൽഫയാണ്, എല്ലാവരും ലഹരിയാണ് എന്നൊക്കെ പറയുന്നവരോടാണ്. ഈ ഏബലും ഒരു ജെൻസിയാണ്. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.